സാന്റാ മോണിക്ക എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകനും എഴുത്തുകാരനുമൊക്കെയായ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു ആളൊരു ബെൻസ് കാർ വാങ്ങിച്ചു. നമുക്ക് അതിനുള്ള പൈസ ഉണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എല്ലാവരും പോകുന്നു, എന്നാൽ ഞാനും പോയേക്കാം. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ കേരളത്തിൽ? പല കാര്യങ്ങളും മനസ്സിലാക്കാതെ ചിലപ്പോൾ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസറുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് തന്നെ കുട്ടികൾ ഒരുപാട് പേര് പുറത്തേക്ക് പോകാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരുപാട് അപകടം ചെയ്യും. ലോൺ എടുത്ത് പോകുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലവ് കുറവാണെങ്കിൽ കുഴപ്പമില്ല. വലിയ എമൗണ്ട് ഒക്കെ ലോൺ എടുത്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അവിടുന്ന് പഠിച്ച് അവിടെ തന്നെ ഒരു ജോലി കിട്ടി അത് തിരിച്ചടയ്ക്കാൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ഈ കുട്ടികൾ ചെന്നെത്തുന്നത് നമ്മുടെ ഈ നാട്ടിലുള്ള വെറും പാരലൽ കോളേജിന്റെ ഒരു സ്ട്രക്ചറുള്ള കോളേജുകളിലായിരിക്കും. അപ്പൊ അത്തരത്തിൽ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു യൂണിവേഴ്സിറ്റി, അതൊരു ഓത്തന്റിക് യൂണിവേഴ്സിറ്റി ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? സ്ത്രീകൾ സ്വതന്ത്രമായി ലോകത്ത് എവിടെയാണെങ്കിലും യാത്ര ചെയ്യാനും പഠിക്കാനും ഒക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ്. നമ്മുടെ എൻട്രൻസിലെ റാങ്കിങ് തന്നെ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റാങ്കിലും സെക്കൻഡ് റാങ്കിലും ഒക്കെ കൂടുതൽ ടൈമിലും സ്ത്രീകൾക്ക് തന്നെയാണ് കിട്ടാറുള്ളത്. നമസ്കാരം. 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ നിരാശപ്പെടുമായിരിക്കും. അതുകൊണ്ട് കെട്ടുപാടുകൾ മാറ്റുക, സുരക്ഷിതമായ തുറമുഖത്തു നിന്ന് നിങ്ങളുടെ കപ്പൽ യാത്ര തുടങ്ങുക, നിങ്ങൾക്ക് അനുകൂലമായ കാറ്റ് തേടുക, സ്വപ്നം കാണുക, പര്യവേഷണം ചെയ്യുക, പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക. ലോക ഭൂപടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകമെമ്പാടും യാത്ര ചെയ്യാനും സ്വപ്നം കാണാനും ഒക്കെ നിരവധി പേരെ പ്രേരിപ്പിച്ച വിശ്വസാഹിത്യകാരനായ മാർക്ക് ട്വെയിന്റെ വാക്കുകളാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരിക്കലും കാണാത്ത രീതിയിൽ നിരവധി പേരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കാണാത്ത, വെറും കേട്ടുകേഴ്വി മാത്രമുള്ള ഈ രാജ്യങ്ങളിലേക്ക് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും പേർ എന്തുകൊണ്ട് പോകുന്നു? ട്രെൻഡിനൊപ്പം പറക്കുന്നവർക്ക് അവരുടെ ആകാശ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉള്ളത് വിറ്റുപെറുക്കിയും പണയം വെച്ചും ഒക്കെ നേടുന്ന ഈ വിദേശ യാത്ര കൊണ്ട് അവരെ കാത്തിരിക്കുന്ന ചതിക്കുഴികളുമുണ്ടല്ലോ. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സാന്റാ മോണിക്ക എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകനും മനുഷ്യസ്നേഹിയും ബ്ലോഗറും എഴുത്തുകാരനുമൊക്കെയായ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ. സ്വാഗതം സർ വാല്യൂ പ്ലസിലേക്ക്. കാസർഗോഡ് ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമം. ആ സാധാരണ ഗ്രാമത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വ പൗരൻ എന്നൊക്കെ പറയാം. 100-ലേറെ രാജ്യങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചത് മാത്രമല്ല, നിരവധി പേരെ സഞ്ചരിക്കാനായിട്ട് കൈ പിടിച്ചിങ്ങനെ ഓരോ തവണയും ഫ്ലൈറ്റ് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു രീതിയിലേക്ക് മാറാനൊരു കാരണം എന്താ? നമുക്കൊരു കാലഘട്ടം മാറുന്നതനുസരിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ എല്ലാ ആൾക്കാരും പരാതി പറയുന്ന ഒരുപാട് കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്. എപ്പോഴും ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വിദേശത്ത് പോയിട്ട് അന്യ സംസ്ഥാനത്ത് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ പഠിക്കുന്ന പോലും വലിയ ഭാരിച്ച ചിലവും അത് സാമ്പത്തികമായി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ആൾക്കാരായിരുന്നു ഭൂരിഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ ഒരു കാലഘട്ടം ഒരു 10 വർഷത്തിനുള്ളിൽ ഒരുപാട് പേര് തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ പഠിച്ച് അവർ വിദേശത്തൊക്കെ പോയി തുടങ്ങി. എങ്കിൽ അതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ പണം പണ്ടത്തെക്കാളും കൂടുതൽ സാമ്പത്തിക സാഹചര്യങ്ങൾ നമ്മുടെ വീടുകളിലെത്തി. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മുടെ ആൾക്കാർ ഇപ്പം എത്ര ചുരുങ്ങിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവർ പോലും വിദേശത്തേക്ക് വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയിലേക്ക് നമ്മുടെ നാടെത്തിയതാണ് ഒരു വലിയ പ്രധാന കാരണം. പിന്നെ ഗ്ലോബലൈസേഷൻ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലോബലൈസേഷനെയും ഈ മാറ്റങ്ങൾ, ഇൻ്റർനെറ്റ് വന്നതാണ് നമുക്ക് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഒരു പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻ്റർനെറ്റൊക്കെ വരുന്നതേ ഉള്ളൂ, കമ്പ്യൂട്ടറൊക്കെ സുപരിചിതമായി വരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങി, നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആൾക്കാരല്ല, ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു വില്ലേജായി മാറും. അതാണ് അന്നത്തെ കൺസെപ്റ്റ്. ഇൻ്റർനെറ്റ് വന്നതോടെ മനുഷ്യ മനസ്സിൽ വന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇതൊക്കെ അകലങ്ങൾ അടുക്കും. അപ്പോൾ ഒരു വലിയ വില്ലേജായി മാറും. ആ വില്ലേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുതെരെ സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ സാധാരണക്കാർക്ക് എങ്ങനെ പറ്റും? അപ്പം നമ്മൾ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും മുന്നേ പറക്കാനാണല്ലോ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ, അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട്. അന്ന് തൊട്ട് ആൾക്കാർ പറയുന്നതാണ്, ഇന്ന് ഈ ഓയിലിൻ്റെ ഒരു കാലഘട്ടമൊക്കെ കഴിയും, ഗൾഫിൻ്റെ വസന്തം അവസാനിക്കും, അപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അതല്ലാതെ ഒരു ഹ്യൂമൻ റിസോഴ്സാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ ഏറ്റവും നല്ല വിദഗ്ധരായ തൊഴിലാളികൾ, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിവുള്ളവർ, വിദഗ്ധർ, പ്രൊഫഷണൽസൊക്കെ വാർത്തെടുത്ത് അവർക്ക് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റായി. അതിരുകളൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതായി. എവിടെയോ
ഒക്കെ വരുന്ന പല പാർട്സുകൾ ഒരിടത്ത് വന്ന് അസംബിൾ ചെയ്ത് അത് ലോക വിപണിയിലേക്ക് പോകുന്നു. ഇപ്പോൾ കാറുകളാണെങ്കിലും മറ്റു വാഹനങ്ങളാണെങ്കിലും എല്ലാ കാര്യത്തിലും ഏത് ബ്രാൻഡും എവിടെയും കിട്ടുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ യാത്രയും അതേപോലെ ഗ്ലോബലായി. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് നമുക്കിടയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് കാണുന്നുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. അതായത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു ആളൊരു ബെൻസ് കാർ വാങ്ങിച്ചു, നമുക്ക് അതിനുള്ള പൈസ ഉണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവിടെ അത് വാങ്ങിച്ചു. ആ കീപ്പിംഗ് വിത്ത് ദ ജോൺസസ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും പോകുന്നു എന്നാൽ ഞാനും പോയേക്കാം, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ കേരളത്തിൽ? അങ്ങനെ ഇല്ലെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇന്ന് നമ്മളിപ്പോൾ ഒരു കുട്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് അടുത്ത സെക്കൻഡ് ബാച്ച് പോകുന്ന കുട്ടികൾ. എപ്പോഴും ഈ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള വെൽ കണക്റ്റഡ് ആണ് കുട്ടികൾ. അപ്പോൾ അവിടെ പോയി അവർക്ക് ബിറ്റർ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും അവർ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടായിരിക്കാം കൂടുതൽ കുട്ടികൾ പോകുന്നത്. ഇവരൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ സിറ്റിസൺ, ഒരു വിശ്വ പൗരനാകുക, എവിടെയെങ്കിലും നല്ല രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ ജോലി ചെയ്യുക, കൂടുതൽ വരുമാനം നേടുക, ആ വരുമാനത്തിന്റെ ഒരു ഭാഗം നാട്ടിലേക്ക് അയക്കുക, ഇതൊക്കെ ആയിരിക്കുമല്ലോ അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പോകുമ്പോൾ അവർക്ക് വരുന്ന ഏറ്റവും ഒന്നാമത്തെ കീറാമുട്ടി എന്ന് പറയുന്ന ഭാഷയാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള അവരുടെ ഒരു പരിജ്ഞാനം പരിശോധിക്കപ്പെടും. പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ടല്ലോ, IELTS ഉണ്ട്, TOEFL ഉണ്ട്, അതുപോലെ തന്നെ OET ഉണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ടെസ്റ്റുകൾ ഇതൊരു കീറാമുട്ടിയോ അല്ലെങ്കിൽ ഒരു കടമ്പയോ ആണോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ചില കുട്ടികൾ പറയാറുണ്ട്, അയ്യോ ഞാനില്ല എന്ന്. ഞങ്ങൾ ഈ രംഗത്ത് ആദ്യമൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മളിവിടുത്തെ കുട്ടികൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വിഷയമാണ് ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. കാരണം ഇന്നത്തെ കുട്ടികൾ ബേസിക് LKG അല്ലെങ്കിൽ UKG മുതൽ ഇംഗ്ലീഷാണ് പഠിച്ചു വരുന്നത്. അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് +2 കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റുകളൊന്നും വലിയ പ്രശ്നങ്ങളേ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഇപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ 2-3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതുന്നത്. ഇന്ന് അതൊക്കെ കുട്ടികൾ വളരെ ഫാസ്റ്റാണ്. 7 ഡേയ്സ് 2 ഡേയ്സ് ഒക്കെ ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് എക്സാം എഴുതുന്നത്. എല്ലാവരും സക്സസ് ആകുന്നുണ്ട്. പിന്നെ പഠനത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ മനസ്സിലാകാവുന്ന ഒരു ഭാഷാ പ്രാവീണ്യം മതി. ആദ്യകാലത്ത് ഇതൊക്കെ വലിയൊരു സംഭവമാണ് തോന്നാൻ കാരണം ഹെൽത്ത് കെയർ ഫീൽഡിൽ IELTS അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഹൈ വേണം. പക്ഷെ പഠിക്കാൻ അതിൻ്റെ അത്ര ഒന്നും ആവശ്യമില്ല. ഒരു 6.5 ഒക്കെ ഉണ്ടെങ്കിലും പഠിക്കാൻ പറ്റും. അപ്പൊ അക്കാര്യത്തിൽ ഒരു പരിശീലനം കൂടെ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ IELTS ആണെങ്കിൽ പോലും അതിനകത്ത് ജനറൽ ഉണ്ട്, അതേപോലെ തന്നെ അക്കാദമിക്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അതിൽ തന്നെ ശ്രദ്ധിക്കാനുള്ള അവരുടെ കഴിവ്, അതുപോലെ തന്നെ കേട്ടിട്ട് ഉത്തരം എഴുതാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ അവർക്ക് എങ്ങനെ സംസാരം, അവരുടെ ആശയവിനിമയം എങ്ങനെ നടക്കുന്നു. പക്ഷേ ഈ പരീക്ഷകളിൽ ഒന്നും തന്നെ ഒരാളുടെയും ശുപാർശയോ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമോ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ബയസോ ഒന്നുമില്ല. ആര് എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല, അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ മാത്രം, അതായത് മെറിറ്റിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു പരിശോധനയാണല്ലോ ഇത്. അപ്പൊ ഈ ടെസ്റ്റുകളൊക്കെ ഏത് രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ക്ലിയർ ചെയ്യണോ ഈ ടെസ്റ്റുകൾ? അല്ല, ഇപ്പോൾ ഓരോ ഗ്രാജുവലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെ ടെസ്റ്റിന്റെ പോലും ആവശ്യമില്ല. കാരണം എല്ലാവരും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പല രാജ്യങ്ങളും ഇംഗ്ലീഷ് ടെസ്റ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞു. UK ആണെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ചോദിക്കുന്നില്ല. മറ്റു പല രാജ്യങ്ങളും ഗ്രാജുവലി അങ്ങനെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ജർമ്മനി പോലെയുള്ള ചില രാജ്യങ്ങൾ, അല്ലെ ഫ്രാൻസ്, അവിടെയൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഇത് പഠിക്കണം, അത് നിർബന്ധമാണെന്ന് പറയുന്നു. അപ്പോൾ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അതുപോലെ തന്നെ എത്രത്തോളം പ്രയാസമാണത്? അതിൻ്റെ അത് 2 ഫാക്ടർ ഉണ്ട്. ഒന്ന്, നമ്മൾ യൂറോപ്പിൽ 10-30 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ അതാത് ഭാഷ വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ ഇംഗ്ലീഷ് തോട്ട്സ് പ്രോഗ്രാംസ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ്. അങ്ങനെയുള്ളിടത്ത് ഒരിക്കലും അവിടെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അവിടെ പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഒക്കെ കുട്ടികൾ പോയി പഠിക്കുന്ന പോലെയാണ്. ആ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും ഇംഗ്ലീഷ് ആയിരിക്കും. പക്ഷേ അതിന് ശേഷം അവിടെ ജോലികളും അവിടെ ലോക്കൽ കോൺവെർസേഷനൊക്കെ വേണ്ടിയിട്ട് ആ ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാജുവേഷൻ പോലും അതേ ഭാഷയിൽ പഠിച്ച് പാസ്സാകാൻ എളുപ്പമുണ്ട്. കാരണം അവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ് ഗവൺമെന്റ് സെക്ടറിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒഴുക്കിനൊപ്പം അല്ലെങ്കിൽ ആ ട്രെൻഡിനൊപ്പം പോകുന്ന ഒരുപാട് പേര്, അപ്പോൾ ഈ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ കരിയർ കൺസൾട്ടന്റും സൈക്കോളജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള നീരജ ജാനകിയൊക്കെ പറയാറുണ്ട്, പലപ്പോഴും ഈ വിദേശ പഠനത്തിന് പോകുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടും
നമ്മൾ കുടുംബമായിട്ടിരുന്ന് ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ എല്ലാവരും പോകുന്നു എന്നാൽ ഞാനും പോയേക്കാം എന്ന ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തിനാണ് നമ്മൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നത്, അല്ലെ വിദേശ പഠനം എന്തിനാണ്? ഇതെനിക്കൊരു ജോലി കിട്ടാനാണോ, അതോ എനിക്ക് സ്കില്ല് കൂട്ടാനാണോ? ഇത്തരത്തിലുള്ള ചോദ്യത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം കുട്ടികൾ അടിസ്ഥാനപരമായി പല കാര്യങ്ങളും മനസ്സിലാക്കാതെ ചിലപ്പോൾ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസറുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് തന്നെ കുട്ടികൾ ഒരുപാട് പേര് പുറത്തേക്ക് പോകാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരുപാട് അപകടം ചെയ്യും. കാരണം അത് കഴിഞ്ഞ് ഇത്രയും ഒരു വീട്ടിലെ ആൾക്കാരുടെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചിട്ടായിരിക്കും വിദേശത്ത് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ ഗൈഡൻസും റിസർച്ചും ഒക്കെ ഇല്ലാതെ ഒരിക്കലും വിദേശത്ത് പോകരുതെന്നുള്ള അഭിപ്രായക്കാരനാണ്. സാധ്യതകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി പഠിക്കാൻ പറ്റും. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്, പലയിടത്തും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ സാധ്യതകളുള്ള, അതായത് അവിടെ അവർക്ക് ജോലി കിട്ടാനും പഠിക്കാനും വളരാനും സാധ്യതകളുള്ളൂ. ഇനി രാജ്യത്ത് ഇനിയും ആൾക്കാരെ ആവശ്യമുള്ള കൺട്രികൾ കണ്ടെത്തി അവിടെ പോകുന്നതിലാണ് അവർക്ക് ലോങ് ടൈം ഒരു എക്സിസ്റ്റൻസ് തന്നെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട്, നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലാവരും പോകുന്നു, വിദേശത്ത് പഠിക്കുന്നു എന്നതിനുപരിയായി ഇതിന്റെ പിന്നിൽ ഒരു സാമ്പത്തിക ശാസ്ത്രം കൂടെ ഉണ്ടല്ലോ. കാരണം എല്ലാത്തിന്റെയും പിന്നിൽ കാൾ മാർക്സ് പറഞ്ഞതുപോലെ തന്നെ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് അവരെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ അവരവരുടെ ഫാമിലിയിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം ചിലപ്പോൾ അവർ നോക്കാറില്ല. ഇപ്പൊ മാതാപിതാക്കളുടെ പെൻഷൻ കിട്ടിയ തുക അതെടുത്തിട്ട് വിദേശ പഠനത്തിന്, അതും വലിയ ചെലവുള്ള കോഴ്സുകൾക്ക് ചേരുക. അതേസമയം ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വെച്ചിരിക്കുന്ന പൈസ, അതൊരു 5000 പേരെ വിളിക്കാനാണ് വെച്ചിരിക്കുന്നത്. ആ പൈസയിൽ പകുതി എടുത്ത് നമുക്ക് വേണമെങ്കിൽ വിദേശ പഠനം നടത്താം എന്നൊക്കെ പറയുന്ന വിദഗ്ധരുണ്ട്. അപ്പൊ നമ്മൾ ഈ ചെലവിനെ കാണുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ കാണേണ്ടത്? അതായത് എപ്പോഴും നമ്മൾ അവരുടെ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് മാത്രമേ ഓരോ കോളേജും കോഴ്സും ഒക്കെ നമുക്ക് നിർദ്ദേശിക്കാൻ പാടുള്ളൂ. അല്ലെ, ഈ ഒരുപാട് ആഗ്രഹമുള്ള കുട്ടികളുണ്ടാകും, നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരുപാട് കോഴ്സുകൾ. രണ്ട് കാര്യങ്ങളുണ്ട്. ഞങ്ങളൊക്കെ സാധാരണ കുട്ടികളെ കാണുമ്പോൾ പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്നെങ്കിൽ നിങ്ങൾ അക്കാഡമിക്കലി വളരാൻ വേണ്ടി പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയ കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് അവിടെ ജോലിയിലേക്ക് കയറാം. അപ്പോൾ അത് വലിയൊരു ജോലിയിലേക്കൊന്നും കയറാൻ സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ അല്ല, നിങ്ങൾക്ക് അവിടെ പോയി ഒരു മാസ്റ്റേഴ്സും PhDയും തുടർ പഠനവും ഒക്കെ വേണം, അത് കഴിഞ്ഞ് ആ രംഗത്ത് വിദഗ്ധരായി മാറണം എന്ന ആഗ്രഹമുള്ളവർക്ക് അതനുസരിച്ചുള്ള കോഴ്സുകളും സർവകലാശാലകളും തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിത സാഹചര്യം എന്താണ്, ആ സാഹചര്യം അനുസരിച്ചുള്ള കോഴ്സുകൾ മാത്രമേ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പഠിക്കാൻ ഒരുപാട് കഴിവുള്ള ആളായിരിക്കും, പക്ഷെ നമുക്ക് ആ കോളേജോ യൂണിവേഴ്സിറ്റിയോ നമുക്ക് അത്രയും ഫീസൊക്കെ മുടക്കി അത്ര റിസ്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് കോഴ്സ് പഠിക്കുക എന്നുള്ള സാഹചര്യം നമുക്ക് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നിസാരം എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും നമ്മൾ ഈ ഹോളിവുഡ് മൂവിയിലൊക്കെ മഞ്ഞും ഒക്കെ കാണാറുണ്ട്. മഞ്ഞ് വാരി ആൾക്കാർ കളിക്കുന്നതും മഞ്ഞ് നീക്കം ചെയ്യുന്നതൊക്കെ, അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ആ സീനുകളൊക്കെ. പക്ഷേ നമ്മുടെ ഒരു ആരോഗ്യം, നമ്മൾ ശീലിച്ചു വന്ന ഒരു കാലാവസ്ഥ, നമ്മൾ ഉഷ്ണമേഖലാ രാജ്യമാണ്. അപ്പോൾ പലപ്പോഴും ചില രാജ്യങ്ങളിലെ കാലാവസ്ഥ, നമ്മൾ ചിലയിടത്തൊക്കെ അമേരിക്കയിലാണെങ്കിലും കാനഡയുടെ ചില ഭാഗങ്ങളിലാണെങ്കിലും അതുപോലെ നോർവേ പോലുള്ള രാജ്യങ്ങളാണെങ്കിലും ഈ മഞ്ഞുവീഴ്ചയൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങൾ കാണും. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഓൺ എ ഫൈൻ മോർണിംഗ് നമ്മൾ യാത്ര ചെയ്യുകയാണ്, അവിടെ ചെന്നിട്ട് നമുക്ക് കാലാവസ്ഥയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ കാലാവസ്ഥ നമ്മളൊരു കോഴ്സ് പഠിക്കുന്നതിൽ നമ്മൾ കൺസിഡർ ചെയ്യണോ? കാലാവസ്ഥ അങ്ങനത്തെ വലിയ പ്രോബ്ലം ഇതുവരെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. കാരണം എല്ലാ രാജ്യങ്ങളിലും ക്ലൈമറ്റിനെ കുറിച്ച് നമ്മളൊരു അവയർനെസ് കൊടുക്കും. ഇനി ക്ലൈമറ്റ് മാറുകയാണെങ്കിൽ അവിടെയുള്ള യങ് ജനറേഷനെ സംബന്ധിച്ച് അത് അഡാപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് അവിടെ അതിനുള്ള സിസ്റ്റം ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ തണുപ്പ് എത്രയുണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം ആ രാജ്യം അവിടെ നടപ്പിലാക്കുന്നതുകൊണ്ട് ഇവിടെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായിട്ട് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തായാലും പൊതുവെ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഈ രാജ്യത്തെ കാലാവസ്ഥ ഇതാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആസ്മ പോലെ അല്ലെ അലർജി പോലെയൊക്കെയുള്ള തണുപ്പ് നേരിടാൻ സാധിക്കാത്ത ചില ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ളവരോട് അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കുട്ടികൾ പോകുന്നതിന് മുമ്പ് അവർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെഷൻ തന്നെയുണ്ട്. അതായത് ആ രാജ്യത്തെ നിയമങ്ങൾ, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ജീവിത രീതികൾ, അവിടെ ചെന്നാൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, ഇതെല്ലാം ഡീറ്റെയിലുമായിട്ട് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമേ ഒരു കുട്ടിയെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കാറുള്ളൂ സാധാരണഗതിയിൽ. അപ്പോൾ നമ്മളൊരു രാജ്യം തിരഞ്ഞെടുക്കുന്നതിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തുലാസിന്റെ തട്ടിൽ വെച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. ചില രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത ചെലവ് കുറവായിരിക്കും, പക്ഷെ അവിടെ കോഴ്സ് ഫീ വളരെ കൂടുതലായിരിക്കും. ചിലപ്പം സ്കോളർഷിപ്പോ ഫണ്ടിങ്ങോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ചില രാജ്യങ്ങളിൽ ജീവിത ചെലവ് വളരെ കുറവായിരിക്കും, അതേസമയം അവിടെ കോഴ്സ് ഫീ
കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കമ്പയർ ചെയ്യുമ്പം അതെങ്ങനെയാണ് കാണേണ്ടത്? ജീവിത ചെലവ് കുറവും കോഴ്സ് ഫീ കൂടുതലുമുള്ള രാജ്യങ്ങളാണോ പരിഗണിക്കേണ്ടത്? അതോ തിരിച്ച് ജീവിത ചെലവ് കൂടുതലും കോഴ്സ് ഫീ കുറവുമുള്ള രാജ്യങ്ങളാണോ? അങ്ങനെയല്ല. നമ്മൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരൊരു കരിയർ സ്കാൻ പോലെ അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് അവർക്ക് ഏത് മേഖലയിലാണ് ശോഭിക്കാൻ പറ്റുന്ന ആ കോഴ്സുകൾ കണ്ടെത്തി അവർക്ക് അനുയോജ്യമായ രാജ്യം അല്ലെങ്കിൽ കോഴ്സുകൾ യൂണിവേഴ്സിറ്റികൾ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അത് ഫീസ് ഒരു ഫാക്ടറാണ്. എങ്കിൽ ഫീസ് ഉണ്ടെങ്കിൽ പോലും ചില രാജ്യങ്ങളിൽ പാർട്ട് ടൈം ഒക്കെ കിട്ടിയിട്ട് അവിടെ ലിവിങ് കോസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് ഏറ്റവും കൂടുതലുള്ള ഫാക്ട് കുട്ടികൾ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉടനെ തിരിച്ചു പോരേണ്ട 2-3 വർഷത്തെ സ്റ്റേ ബാക്കിൽ 4-5 വർഷത്തെ സ്റ്റേ ബാക്കുള്ള രാജ്യങ്ങളൊക്കെയാണ് കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒരിക്കലും അവർ മുടക്കുന്ന മുതൽ ഒരിക്കലും നഷ്ടപ്പെടില്ല. UK എന്ന് പറഞ്ഞ രാജ്യത്ത് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് PR ഒന്നും കിട്ടാൻ സാധ്യതയുള്ള രാജ്യമല്ല. പക്ഷെ അങ്ങോട്ട് ധാരാളം കുട്ടികൾ പഠിക്കാൻ പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 1 ഇയർ മാസ്റ്റേഴ്സ് ചെയ്താൽ 2 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്. ഇപ്പം എങ്ങനെ പോയാലും ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇവിടുന്ന് ലോൺ എടുത്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ പോലും 2 ഇയർ സ്റ്റേ ബാക്കിനുള്ളിൽ എന്തെങ്കിലും, അപ്പോൾ ചിലപ്പോൾ അവർ പഠിച്ചതിന് അനുയോജ്യമായ ജോലിയൊന്നും കിട്ടണമെന്നില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടി അവർക്ക് ആ പൈസയൊക്കെ റിക്കവർ ചെയ്ത് തിരിച്ച് നാട്ടിലെത്തി ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുമെന്നുള്ളൊരു സ്ഥിതി ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ടുള്ളത്. എന്നാൽ കാനഡ അങ്ങനെയല്ല. കാനഡ എന്ന് പറയുന്നത് ഒരു ജോബ് കിട്ടുക, അവിടെ സെറ്റിൽ ആകുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി പോകുന്നവരാണ്. അതേപോലെ തന്നെ ചില രാജ്യങ്ങളിൽ നമ്മൾ ഈ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു, ജീവിത ചെലവിന്റെ കാര്യം പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിത ചെലവ് കൂടുതലാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളൊരു സാധാരണക്കാരനായ വ്യക്തി ലോൺ എടുത്ത് പോകുമ്പോൾ അത്തരം രാജ്യങ്ങൾ പ്രിഫർ ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? ലോൺ എടുത്ത് പോകുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലവ് കുറവാണെങ്കിൽ കുഴപ്പമില്ല. വലിയ എമൗണ്ട് ഒക്കെ ലോൺ എടുത്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അവിടുന്ന് പഠിച്ച് അവിടെ തന്നെ ഒരു ജോലി കിട്ടി അത് തിരിച്ചടയ്ക്കാൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ ഹൈലി ടാലന്റഡ് ആയിട്ട് കുട്ടികൾ, ഇപ്പം ഞങ്ങൾ സ്വീഡനിലേക്ക് ഒരുപാട് കുട്ടികളെ വിടുന്നുണ്ട്. പക്ഷെ അത് അക്കാഡമിക്കലി അത്ര മെറിറ്റുള്ള കുട്ടികൾക്ക് മാത്രമേ ആ രാജ്യത്ത് പോയി പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ആ ഒരു ഏരിയയിൽ അവർ റിസർച്ച് ചെയ്യാനും പഠിക്കാനും അതിനോടൊരു പാഷൻ ഉള്ളവർക്ക് ലോങ് ടൈം അവിടെ നിന്ന് പഠിച്ച് അവർക്ക് നല്ല ജോലിയിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. അതേസമയം നമുക്ക് ചെന്നിറങ്ങി ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കുറേ പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ജോലിയൊക്കെ ചെയ്ത് കുറേ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളൊരു സ്വീഡൻ, നോർവേ, ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് കാര്യമില്ല. പക്ഷേ ഈ സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റു ചില രാജ്യങ്ങളിലേക്കുള്ള ഡോർ അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുമെന്നും കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? സ്വീഡൻ എന്ന് പറയുന്നത്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം എഡ്യൂക്കേഷന് വേണ്ടി കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് പക്ഷെ കുട്ടികളോട് നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട്, സ്വീഡന്റെയും നോർവേയുടെയും ഫിൻലൻഡിൻ്റെയൊക്കെ ഒരു വലിയൊരു പാർട്ട് 6 മാസം ഇരുട്ടും 6 മാസം പകലുമാണ്. അപ്പം തുടർച്ചയായിട്ടുള്ള ഇരുട്ടിനെ അതിജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും തുടർച്ചയായിട്ട് പകലിനെ മാനേജ് ചെയ്യാനുള്ള മാനസികാവസ്ഥയുള്ള കുട്ടികൾക്കൊക്കെ അവിടെ പഠിക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റും അവിടുത്തെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ മനസ്സിലാക്കിയെടുത്തത്. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിൻ്റെ 40% ഈ എഡ്യൂക്കേഷനും അതുപോലെ ഹെൽത്തിനും വേണ്ടിയൊക്കെ നീക്കി വെക്കുന്ന ഒരു രാജ്യമാണ്. കാരണം അതിനുവേണ്ടി താല്പര്യം കാണിക്കുന്ന രാജ്യമാണ്. കാരണം അവരെ സംബന്ധിച്ച് റിസർച്ച് ചെയ്യാനും പഠിക്കാനും അതിന് സ്പെൻഡ് ചെയ്യാനുമാണ് അവിടെ കൂടുതൽ ടൈം. നമ്മുടെ നാട്ടിലെ പോലെ ഈ ഒരുപാട് യാത്ര ചെയ്യാനും അങ്ങനെ, ഇപ്പം അവിടുത്തെ കാലാവസ്ഥയുടെ സാഹചര്യം അങ്ങനെയാണ്. തുടർച്ചയായിട്ട് നമുക്കറിയാം ഒരു 3-4 മാസം നമ്മൾ സൂര്യവെളിച്ചം കാണാതിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ വളരെ വലുതായിരിക്കും. അതിനെ മാനേജ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉള്ളവർക്ക് മാത്രമേ അവിടെ പോയി പഠിക്കാനൊക്കെ സാധിക്കൂ. ഇപ്പൊ ഈ അടുത്തിടെ ഒരു രക്ഷകർത്താവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് 20 ലക്ഷം രൂപ കുട്ടിക്ക് വിദ്യാഭ്യാസ വായ്പ എടുത്ത വകയിൽ കടമുണ്ട്. അപ്പൊ ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു രാജ്യത്ത് പോയി പഠിച്ചത് ഒരു ഡിപ്ലോമ കോഴ്സാണ്. അപ്പൊ അതിനുശേഷം ഈ കുട്ടി, എനിക്ക് തോന്നുന്നു ഏകദേശം 500ഓളം ആപ്ലിക്കേഷൻ പലയിടത്തും കൊടുത്തു. അതെല്ലാം റിജക്ട് ചെയ്യപ്പെട്ടു. എന്നിട്ട് അവിടെയുള്ള ഏതൊക്കെയോ മലയാളി പ്രമുഖരെ കണ്ടിട്ട് ഒരു ജോലി കിട്ടാൻ സഹായിക്കുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമുള്ള സ്വാധീനമില്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ പ്രശ്നം പറ്റുന്നത് ഏത് ടൈപ്പ് കോഴ്സ് തിരഞ്ഞെടുക്കണം? പലരും നിർദ്ദേശിക്കുന്ന ഇത് പറയുന്ന PG ഡിപ്ലോമ അല്ലെങ്കിൽ 6 മാസം കാലയളവുള്ള ഡിപ്ലോമ, അത്തരം കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ജോലിക്ക് വേണ്ടി സ്റ്റേ ബാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ആഗ്രഹത്തോട് പോകുന്നവർക്ക് പ്രയോജനമുണ്ടോ? കാനഡ പോലെയുള്ള രാജ്യങ്ങൾ മാത്രമേ ഡിപ്ലോമയെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. മറ്റു രാജ്യങ്ങളൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടെക്നിക്കലി ജോബ് കിട്ടാനുള്ള സാധ്യതയുള്ള, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോളിടെക്നിക് ഉണ്ടല്ലോ, അതുപോലെയുള്ള ജോബ് ഓറിയന്റഡ് ആയ കോഴ്സുകൾക്ക് പോയാൽ ഡിപ്ലോമ തീർച്ചയായിട്ടും ജോലി കിട്ടും. ഇപ്പം നമുക്കറിയാം കാർപ്പൻറ്റർ, പ്ലംബർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെയുള്ള കോഴ്സുകൾക്ക്, അത് ചെറിയ കോഴ്സുകളാണ്. പക്ഷെ അത് ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് അനുബന്ധമായ ജോലി കിട്ടും.
അല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പർ അണ്ടർ ഗ്രാജുവേഷൻ ആയാലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആയാലും പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ജോലിയിലേക്കുള്ള സാധ്യതയുള്ളത്. പിന്നീട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡിപ്ലോമ ഇൻ ബിസിനസ് അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അതായത് ജോലി കിട്ടാൻ സാധ്യത കുറവുള്ള ഡിപ്ലോമ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ലോകത്ത് എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്. കാരണം ജോലി കിട്ടാൻ, കാരണം അവരുടെ കോമ്പറ്റീഷൻ കൂടുതലാണ്, എല്ലാ ആൾക്കാരും അതിനുവേണ്ടി മത്സരിക്കുകയാണ്. അതേസമയം എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് സ്റ്റെം കോഴ്സസ് ആണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്. അപ്പോൾ അത് സ്റ്റെം മാറി ഇപ്പോൾ സ്റ്റീം ആയിക്കൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ടൻസിയും കൂടെ അതിൻ്റെ അകത്ത് ചേരുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആ മേഖലയിലാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ഇതിനൊക്കെ ജോലി സാധ്യത കൂടുതലാണ്. അതേസമയം കൂടുതൽ ആൾക്കാരുമായി മത്സരിക്കാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന ഒരു വെസ്റ്റേൺ കൺട്രിയിലേക്കാണ്. ആ കൺട്രിയിൽ പോകുമ്പോൾ നമ്മൾ മത്സരിക്കേണ്ട അവിടെയുള്ള ആൾക്കാരുമായിട്ടാണ്. അവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അങ്ങനെയുള്ള അവരുടെ ഒപ്പമാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അതേസമയം നമുക്ക് നീക്കി വെച്ച കുറേ ജോബുകളുണ്ട് കിട്ടാൻ എളുപ്പമുള്ള. അതായത് സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യുന്ന ജോലികൾ, നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന ജോലികൾ. എപ്പോഴും ഞാൻ എല്ലാ ആൾക്കാരോടും പറയാറുണ്ട് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നത് സാറ്റർഡേ സൺഡേ ആണ്. അതേപോലെ ഈ വലിയ ഫെസ്റ്റിവൽ വരുന്ന ദിവസം, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം അത് തുറന്നിരിക്കാതെ നിന്നും. അപ്പം അങ്ങനെയുള്ള ഇടത്ത് അവിടെയുള്ള ആൾക്കാർ അത് പ്രിഫർ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ജോലി. നമ്മുടെ ആൾക്കാർക്ക് പറ്റും. ഹെൽത്ത് കെയർ ഫീൽഡ് നൈറ്റ് ഡ്യൂട്ടി നിർബന്ധമാണ്, സാറ്റർഡേ സൺഡേ നിർബന്ധമാണ്. ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖല പോലെ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന മുമ്പ് പറഞ്ഞ രക്ഷകർത്താവിന് വന്ന ബുദ്ധിമുട്ട് പോലെ ഒരിക്കലും വരികയില്ല. കാരണം ആ സമയങ്ങളിലുള്ള ജോലികൾക്ക് കോമ്പറ്റീഷൻ കുറവാണ്. നമ്മുടെ ആൾക്കാരാണ് ഈ രാത്രി ജോലി ചെയ്യാനും അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ജോലി ചെയ്യാനൊക്കെ എളുപ്പം നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. മറ്റു മേഖലയിൽ ജോലി കിട്ടുകയില്ല എന്നുള്ളതല്ല, പക്ഷെ അതിൽ ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടാൻ താരതമ്യം ഇതിൽ മത്സരം കുറവാണ്. നമ്മൾ ഈ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഉള്ളിൽ എന്ത് പരിമിതിയും വീടൊക്കെ എത്ര വൃത്തികേടായിട്ട് കിടന്നാലും ആൾക്കാർ കാണുന്നത് വിൻഡോയും ഡോറും ആണല്ലോ. അപ്പൊ അത് കേർട്ടനൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെക്കുക. അപ്പൊ അങ്ങനെ ഉള്ളിലുള്ള പരിമിതികളെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ പോലെ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിക്കും ഏത് കോളേജിനും നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കി വെക്കാൻ പറ്റും. കാരണം ഈ വെബ്സൈറ്റ് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയാണ്. പക്ഷേ പലപ്പോഴും ഈ കുട്ടികൾ ചെന്നെത്തുന്നത് നമ്മുടെ ഈ നാട്ടിലുള്ള വെറും പാരലൽ കോളേജിന്റെ ഒരു സ്ട്രക്ചറുള്ള കോളേജുകളിലായിരിക്കും. അപ്പൊ അത്തരത്തിൽ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു യൂണിവേഴ്സിറ്റി അതൊരു ഓത്തന്റിക് യൂണിവേഴ്സിറ്റി ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? സാധാരണ കോളേജിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയെ അസസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് റാങ്കിങ് സിസ്റ്റം ഉണ്ട്. ഒരുപാട് എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ അത് ചെക്ക് ചെയ്യണം. പിന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറുന്ന മാത്രമല്ല, അവിടുത്തെ കുട്ടികളുമായിട്ട് ഇന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അതുവഴി ആ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ആ നാടിനെ കുറിച്ച് പഠിക്കണം. നമ്മളൊരു സ്ഥലത്ത് പഠിക്കാൻ പോകും. ഇപ്പം ഞാനൊരു കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവുകയാണ്. പക്ഷെ പല സ്ഥലങ്ങളിൽ ഈ കോഴ്സ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ അതിന് പറ്റിയ ഒരു എക്സ്പോഷർ ഉണ്ടോ, അതിന് പറ്റിയ ഒരു ജോബ് സാധ്യതയുള്ള ഫാക്ടറികൾ അല്ലെങ്കിൽ അതിനുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പോയാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പം നമ്മളെപ്പോഴും ഈ കോഴ്സും അതിന് ചുറ്റുവട്ടമുള്ള ഏരിയയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എപ്പോഴും. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പം അതിന് പറ്റിയ ഇൻഡസ്ട്രി ഉള്ള ഏരിയ നോക്കി അതിന് പറ്റിയുള്ള കോഴ്സുകൾ അതുമായി കണക്റ്റഡ് ആയിരിക്കും. ഈ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ അവിടുത്തെ നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കാനഡയൊക്കെ ഞാൻ പ്രത്യേകം കണ്ടിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് ആ ഒരു കോളേജിൽ അവിടെ ഏതൊക്കെ കോഴ്സ് ഉണ്ടോ അതിനോടനുബന്ധിച്ചുള്ള ഇൻഡസ്ട്രീസ് അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും എംപ്ലോയീസിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് അവിടെ കോഴ്സുകൾ പലതും ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയുള്ള കോഴ്സുകൾ കണ്ടെത്തി പോയാൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. ഇനിയും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റുഡൻസിന്റെയും ഒരു ഡ്രീം ആയിരിക്കും ലോകപ്രശസ്തമായ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന്. അപ്പോൾ രത്തൻ ടാറ്റ പഠിച്ച ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആനന്ദ് മഹീന്ദ്ര പഠിച്ച ഇടം എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർവാർഡിൽ എനിക്കൊരു MBA ചെയ്യണം. പക്ഷേ ഹാർവാർഡിൽ ഒരു MBA ചെയ്യണമെങ്കിൽ $1,00,000 ഒരു വർഷം ചെലവാകും. അതേസമയം തന്നെ അമേരിക്കയിലെ ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു $20,000 അത് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ അത്തരത്തിലൊന്ന് കമ്പയർ ചെയ്യുമ്പം നമ്മൾ ഈ ഹാർവാർഡാണോ പ്രിഫർ ചെയ്യേണ്ടത്? അതേസമയം ഹാർവാർഡിലൊക്കെ വളരെ കുറച്ച് മാത്രമാണ് ഈ ഫണ്ടിങ്ങും സ്കോളർഷിപ്പും ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഹാർവാർഡ് ആയാലും ഓക്സ്ഫോർഡ് ആയാലും കേംബ്രിഡ്ജിലായാലും എവിടെ വേണേലും പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനകത്ത് ഫിനാൻഷ്യൽ പ്രശ്നം ഒരു ഇഷ്യൂവേ അല്ല. കാരണം വേറൊന്നുമല്ല, വേൾഡ് റാങ്കിങ്ങിലുള്ള അല്ലെങ്കിൽ വേൾഡ് റാങ്കിങ് 200 ബിലോയുള്ള അല്ലെങ്കിൽ 100 ബിലോയുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി പോലും ഇല്ല. ഫണ്ട് ചെയ്യാൻ വേണ്ടി ലോകത്ത് ഒരുപാട് ഏജൻസികൾ റെഡിയാണ്.
അതായത് മുഴുവൻ ഫണ്ട് നമുക്ക് അവർ തരും, ജോലി കിട്ടിയതിന് ശേഷം തിരിച്ചടച്ചാൽ മതി. ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല, പേരൻസിനെ പോലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലെ ആക്സെപ്റ്റൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 25-30% ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 100 പേര് അപ്ലൈ ചെയ്യുമ്പോൾ 25 പേർക്ക് കിട്ടുള്ളൂ, അതും ആ മെറിറ്റ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് പഠിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല, അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെയാണ് നമുക്ക് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അതേസമയം മിഡ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ലോൺ ഒരു വലിയ പ്രശ്നമാണ്. ബാങ്കുകളായാലും ഇതുപോലെ ഈ ലോൺ തരാനുള്ള ഒരുപാട് ഏജൻസികളിൽ ലോകത്ത് വിവിധ ഭാഗങ്ങളുണ്ട്. അവരൊക്കെ ആയാൽ പോലും അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയാൽ ഇങ്ങനെയുള്ള ഫണ്ട് ചെയ്യാറില്ല. പിന്നെ അല്ലെങ്കിൽ ബാങ്കുകൾ സാധാരണ ചെയ്യുന്ന കൊളാട്രൽ സെക്യൂരിറ്റി ഒക്കെ വെച്ച് ലോൺ തരും. അതിൻ്റെ റീപേയ്മെൻറ്റ് റിസ്ക്കും എല്ലാം ഉണ്ട്. കാരണം അതിന് ജോബ് ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നതിനാണെങ്കിൽ ബാങ്കുകാർക്കാണെങ്കിലും അറിയാം ആ കോഴ്സ് പോയി പഠിച്ചാൽ അവർക്ക് ജോലി കിട്ടുമെന്നുള്ളത്. നമ്മൾ ഈ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു കാരണം ലോകത്തെ ഈ വിദ്യാഭ്യാസ റാങ്കിങ് നോക്കുമ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. അത് പക്ഷേ ചെലവ് വളരെ കൂടുതലുമാണ്. പല യൂണിവേഴ്സിറ്റികളും ഈ പറയുന്നത് പോലെ സ്കോളർഷിപ്പ് കൊടുക്കാത്തതുണ്ട്. അതേസമയം തന്നെ ഇതേ യൂണിവേഴ്സിറ്റികൾക്ക് ഓഫ് ഷോർ ക്യാമ്പസുകൾ ദുബായിലോ മലേഷ്യയിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഓഫ് ഷോർ ക്യാമ്പസുകളിലെ പഠനം അങ്ങനെ പ്രിഫർ ചെയ്യാവുന്നതല്ലേ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ തന്നെ? അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. അവിടെ നമ്മുടെ ആൾക്കാർ എന്തിനാണ് വിദേശത്ത് പോകാൻ പഠിക്കുന്നത്? കാരണം അവിടെ പഠിക്കുകയും അവിടുത്തെ ഒരു എക്സ്പോഷർ കിട്ടുകയും അവിടെ തന്നെ ജോലി സാധ്യതയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളിവിടെ ഈ ദുബായ് ക്യാമ്പസിലും മലേഷ്യൻ ക്യാമ്പസിലൊക്കെ പഠിച്ചാൽ അതിനത് മെറിറ്റ് ഇല്ല എന്നുള്ളതല്ല. അവർ ആ ഏരിയയിൽ മലേഷ്യയിൽ അല്ലെങ്കിൽ സിംഗപ്പൂർ ആ ഏരിയയിലുള്ള ജോബ് കണ്ടെത്താനാണ് അവർക്ക് എളുപ്പം. ബാക്കി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി US പോകാൻ പറ്റത്തില്ലല്ലോ. US എന്ന് പറഞ്ഞാൽ 5000-ലേറെ യൂണിവേഴ്സിറ്റി ഉള്ള വലിയൊരു രാജ്യമാണ്. അപ്പം അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ചെറിയ യൂണിവേഴ്സിറ്റികളും വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ ധാരാളമുണ്ട്. ഒരുപാട് വലിയ ഫീസിൽ അന്തരമുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 50 സ്റ്റേറ്റ് ഉണ്ടല്ലോ. അപ്പം തന്നെ എത്രയോ ഏരിയയിൽ എവിടെയൊക്കെ യാത്ര ചെയ്ത് ഇന്നും ആൾക്കാർ കേരളത്തിൽ നിന്നും അല്ലെ പോകാത്ത ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ തന്നെ പഠിച്ചാൽ മാത്രമേ ആ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ഉണ്ടാകുന്ന ഒരു വിഷയമാണ് നമുക്ക് ഇന്ത്യയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വന്നുകൂടെ. പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ അത് വയബിൾ അല്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരാൾ ഫോറിൻ ക്യാമ്പസിൽ പഠിക്കുന്നത് ഇപ്പോൾ ഒരാൾ വിദേശത്ത് പോകുന്ന ആളെ തടയാൻ പറ്റത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് അവിടെ പോവുകയും അവിടെ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ലോകോത്തരമായ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ പഠിക്കുന്ന നമ്മൾ ഇവിടെ ജോലി നേടാനോ അല്ലെങ്കിൽ ഇവിടുന്ന് പഠനത്തിന് ശേഷം ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി വിദേശത്തേക്ക് ജോലിയിൽ ചേക്കാറാനോ വേണ്ടിയിട്ടാണ്. പക്ഷെ വിദേശത്ത് പോകുന്നവർ അവിടെ പോയി തന്നെ പഠനത്തിന് ശേഷം അവിടെ പുതിയൊരു ജോലി അവിടെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ പോകാറ്. പഴയ ഒരു തലമുറ, ഇപ്പൊ രത്തൻ ടാറ്റയുടെ കാര്യം ഞാൻ പറഞ്ഞു, ആ പഴയ തലമുറ പലപ്പോഴും വിദേശത്തേക്ക് പഠനത്തിനായി പോകുമ്പോൾ അവരൊരു ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ. പക്ഷെ ഇപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ കുട്ടികൾ പറയുകയാണ് ഞങ്ങൾക്ക് ഡിഗ്രി പുറത്തുനിന്ന് വേണം. ഇവിടെ ചിലർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മാതാപിതാക്കൾ കൃത്യമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടി ഇമോഷണൽ സെക്യൂരിറ്റി ഉള്ള കുട്ടിയാണോ, അതല്ലെങ്കിൽ ഈ കുട്ടിയുടെ EQ ഇമോഷണൽ ക്വോഷ്യന്റ് എത്രത്തോളം ഉണ്ട്? ഈ കുട്ടിയെ നമ്മൾ ഈ +2 കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യവുമായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ആ സ്വാതന്ത്ര്യവുമായിട്ടൊക്കെ കുട്ടി ഏത് രീതിയിലാണ് അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെയാ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യും? അപ്പം നമ്മളൊരു +2കാരനെ അല്ലെങ്കിൽ ഒരു +2കാരിയെ പുറത്തേക്ക് അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പോവുകയും അവിടെ പഠിക്കുകയും അവിടുത്തെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ ഒരു മാനസിക സാഹചര്യം. ഇപ്പോൾ എല്ലാ വീടുകളിലും നമുക്കറിയാം 1-2 കുട്ടികളെ ഉള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് അവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ വളരെ വളരെ കുറവ്. കാരണം +2 വരെ ചിലപ്പോൾ പേരൻസിൻ്റെ കൂടെ കിടന്നുറങ്ങിയ കുട്ടികളായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവിടെ പോയി അഡാപ്റ്റ് ചെയ്യാനും അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും പെട്ടെന്ന് മിടുക്കരായിട്ട് കയറി വരാൻ സാധ്യതയുള്ളത് ഈ അണ്ടർ ഗ്രാജുവേഷന് പോകുന്ന കുട്ടികളാണ്. കാരണം അവർ ചെന്ന് ഒരു 5-6 മാസത്തെ ആ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ 2-3-4 വർഷം കോഴ്സ് ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലേക്ക് അവർക്ക് പെട്ടെന്ന് ആ ഒരു സാഹചര്യമായിട്ട് ഇണങ്ങിച്ചേർന്ന് അവർ പോസിറ്റീവായിട്ട് പ്രതികരിച്ച് നന്നായി പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം നമുക്കൊരു ഡിഗ്രി കഴിഞ്ഞ് പോകുന്നവർക്ക് ആ ഒരു അഡാപ്റ്റേഷൻ ടൈം കുറച്ചും കൂടെ കൂടുതലാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾ എപ്പോഴും +2 കഴിഞ്ഞ് പോകുന്നത് തന്നെയാണ് ബെറ്റർ. നമ്മൾ ഈ മൊബൈൽ പോർട്ടബിലിറ്റിയുടെ കാര്യം പറയും, അതുപോലെ തന്നെ അക്കാഡമിക് പോർട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുകൂടുണ്ടല്ലോ. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു ബിരുദം അത് ചിലപ്പോൾ
ചിലപ്പോൾ മറ്റൊരു രാജ്യത്ത് സ്വീകാര്യമായെന്ന് വരില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ബിരുദം. ഇപ്പൊ ചൈനയിലും റഷ്യയിലും ഒക്കെ പോയി പല കുട്ടികളും മെഡിക്കൽ ബിരുദം നേടിയതിനു ശേഷം ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോലും അവർ മറ്റൊരു പരീക്ഷ എഴുതി ക്വാളിഫൈഡ് ആണെന്ന് അവർ തന്നെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത് കുറച്ചുകൂടെ കർശനമാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ പോർട്ടബിലിറ്റിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. കാരണം നമ്മളുടെ ഇവിടുത്തെ സിസ്റ്റം ആയിരിക്കില്ല അവിടെ ഒരു ജോലി ആയാലും അവിടുത്തെ ഒരു പ്രോട്ടോകോൾ ജോബിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം എല്ലാം വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും അവിടെ ചെന്നൊരു അഡാപ്റ്റേഷൻ ഇല്ലാതെ നമുക്ക് ആ രാജ്യത്തെ ജോലി കാര്യങ്ങൾ കണ്ടുപിടിക്കാനോ ചെയ്യാനോ ഒക്കെ സാധാരണഗതിയിൽ ബുദ്ധിമുട്ട് വരാറുണ്ട്. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് പോയത് ഗൾഫിലാണ്. അവിടെ തന്നെ ഇവിടുന്ന് ഒരാൾ പോയി ജോലിക്ക് കയറി ഒരു 5-6 മാസത്തേക്ക് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ മറ്റ് പല രാജ്യങ്ങൾ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ സാഹചര്യങ്ങൾ വളരെ വ്യത്യാസമുണ്ടാകും. അവിടുത്തെ എഞ്ചിനീയറിംഗിലൊരു ജോബ് ചെയ്യുമ്പോൾ ഉള്ള പ്രോട്ടോകോൾ ആയിരിക്കില്ല ഇവിടുത്തെ ജോബ് ചെയ്യുമ്പോഴുള്ള പ്രോട്ടോകോൾ. ഭയങ്കര വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ അതിൻ്റെതായ സമയവും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാലത്ത് നമ്മൾ പെൺകുഞ്ഞുങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സ്കൂളിൽ പോകണ്ട, നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കെട്ടിച്ചു വിടും, ആ വീട്ടിൽ നിങ്ങൾ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി ജീവിക്കണം എന്നായിരുന്നു. അതിനുശേഷം സ്ത്രീകളും വിദ്യാഭ്യാസമാകാം പക്ഷെ ജോലിക്ക് പോകണ്ട എന്നത് വന്നു. ഇപ്പോൾ സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ്, പുരുഷന്മാരോടൊപ്പം തന്നെ നിൽക്കുന്നവരാണ്. ഇപ്പോൾ നമ്മളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുറത്തു പോയി പഠിക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് പുറത്തുപോയി വിദ്യാഭ്യാസം നടത്തുന്ന പെൺകുട്ടികളാണെന്ന്. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് പുറത്ത് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അത് നമ്മളുടെ ഒരു പഴയ കൺസെപ്റ്റിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ സ്ത്രീകളാണ് ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെ ആപ്ലിക്കേഷൻ വരുന്നതിൽ ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികളാണ് പോകുന്നത്. കാരണം അവരാണ് ഒരു ഡിറ്റർമിനേഷനോടെ പോയി ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് പിന്നെ വീട്ടുകാരൊക്കെ സാധാരണ കുട്ടികൾ വീട്ടുകാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കൂടുതൽ അവരായിരിക്കാം. കാരണം അതിൽ വീടിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് മനസ്സിലാക്കി ഒന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കുടുംബ സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കൂടുതൽ അവരായിരിക്കാം. മാത്രമല്ല പഴയ ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ ആൾക്കാർ മാറി. സ്ത്രീകൾ സ്വതന്ത്രമായി ലോകത്ത് എവിടെയാണെങ്കിലും യാത്ര ചെയ്യാനും പഠിക്കാനും ഒക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ്. നമ്മുടെ എൻട്രൻസിലെ റാങ്കിങ് തന്നെ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റാങ്കിങ് സെക്കൻഡ് റാങ്കിങ് ഒക്കെ കൂടുതൽ ടൈമിലും സ്ത്രീകൾക്ക് തന്നെയാണ് കിട്ടാറുള്ളത്. നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന വാക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. എല്ലാവരും തന്നെ സ്ത്രീ ശാക്തീകരണം വേണം വേണം എന്ന് പറയും. ബജറ്റിൽ പോലും നമ്മുടെ ധനമന്ത്രി പറഞ്ഞു നാരി നാരായണി എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷെ എനിക്ക് സാന്റാമോണിക്കയുടെ സൈറ്റ് നോക്കുമ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിൻ്റെ കരിയേഴ്സ് നോക്കുമ്പം വനിതാ കാൻഡിഡേറ്റ്സിനെ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വനിതകളാണ് അവിടെ ജോലി ചെയ്യുന്നത്. പലപ്പോഴും സ്ത്രീകൾക്ക് പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാനുള്ള കഴിവുണ്ട്, ക്ഷമയുണ്ട്, അതേപോലെ തന്നെ നല്ല നേതൃപാടവുമുണ്ട്. പല കമ്പനികളും സ്ത്രീകളെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത് എന്ന് നമുക്ക് ദുഃഖത്തോടു തന്നെ പറയേണ്ടി വരും. ഒന്ന് ഈ പറഞ്ഞതുപോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ നോക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവധിയെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പുരുഷന്മാരെ എടുത്ത് എന്തുകൊണ്ടാണ് സാന്റാമോണിക്ക തിരിച്ചു ചിന്തിക്കുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഞങ്ങൾ തിരിച്ച് ചെയ്യുന്നത്. അതായത് കുഞ്ഞുങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ വീടിനോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് അവർ ജോലിയിലേക്കും അതേ കമ്മിറ്റ്മെന്റ് അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അവർ ലീവ് എടുക്കുകയാണെങ്കിൽ പോലും അവർ വർക്ക് ഫ്രം ഹോം ആയിട്ടായാൽ പോലും അവർ ജോലി ചെയ്യും. അവരുടെ ക്ലയൻറ്റിനെ അവർ മാനേജ് ചെയ്യാനും ഒക്കെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഒരു കുട്ടി വിദേശത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അവരുടെ ആ വിഷമങ്ങളും കാര്യങ്ങളും സ്ത്രീകൾക്ക് മനസ്സിലാകുന്ന പോലെ വേറൊരാൾക്ക് മനസ്സിലാകണമെന്നില്ല. കാരണം അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പേരൻസിനോട് കൺവേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്ത്രീകൾക്കാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്.